ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. അങ്ങനെ നമ്മുടെ നീലിമ ഫോൺ വിളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പൈസ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ശ്രുതി ഇനി അങ്ങോട്ട് കൊന്നു കളയും പോലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ആകെപ്പാടെ പേടിച്ച് വിറച്ച് നിൽക്കുക. എനിക്ക് ശ്രുതിയോടൊന്ന് സംസാരിക്കണം, ഒന്ന് ഫോൺ കൊടുക്കുവോ എന്നിങ്ങനെ നീലിമയോട് ചോദിക്കുക. അപ്പൊ നീലിമ പറഞ്ഞു, സംസാരമൊക്കെ ക്യാഷ് തന്നതിന് ശേഷം ആദ്യം ക്യാഷ് നീ റെഡിയാക്കുക, അതിനുശേഷം എന്നെ നീ വിളിക്കുക. പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ശ്രുതി ഇവിടെ ഹാപ്പി ആയിട്ടാ ഇരിക്കുന്നത്, നല്ല ഹാപ്പിയാ. നീ സങ്കടപ്പെടുകയോ വേണ്ട. അവന്റെ എല്ലാം ആയിരുന്ന പഴയ കാമുകിയുടെ അടുത്തല്ലേ അവനിപ്പോ ഉള്ളത്. അപ്പൊ പിന്നെ അവൻ എങ്ങനെ സന്തോഷിക്കാതെ ഇരിക്കും? ഞങ്ങൾ കുറച്ച് കിന്നാരമൊക്കെ പറഞ്ഞ് സമയം അങ്ങ് കളയുക. നീ ക്യാഷ് റെഡിയാക്കിയിട്ട് വിളിക്ക്, അപ്പോഴത്തേക്ക് ഞാൻ ശ്രുതിയെ കിന്നാരം പറഞ്ഞ് ഒരു പരുവാക്കും മോളെ എന്ന് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തിട്ട് നീലിമ. അപ്പോഴത്തേക്ക് നമ്മുടെ മീര് പറഞ്ഞു, മീരെ നീ ശ്രുതി നീ വിഷമിക്കാതിരിക്കുക, ഒരു പോറല് പോലും ഏക്കാതെ ശ്രുതി നിന്റെ അടുത്തേക്ക് തിരികെ വരും. നീ ധൈര്യമായിട്ട് ഇപ്പം വീട്ടിലേക്ക് ചെല്ല്. അത് പിന്നെ മീര, വീട്ടിലുള്ളവരെ ഇത് അറിയാതിരുന്നാൽ മതിയായിരുന്നു. ആകെപ്പാടെ മൊത്തത്തിൽ പേടിയാവുക. എൻ്റെ ജീവിതം മാത്രം എന്താണോ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത്? എനിക്കറിയില്ല. ഒന്നിനു പുറകായി ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയാണ്. ചന്ദ്രോദയത്താണെങ്കിൽ നമ്മുടെ അച്ചമ്മയുണ്ട്, രവീന്ദ്രനുണ്ട്, സച്ചിയുണ്ട്. അപ്പൊ നമ്മുടെ അച്ചമ്മ പറയാ, ചന്ദ്രയാ അവക്ക് വളം വെച്ച് കൊടുത്തത്. ആ ധൈര്യത്തിലാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ആരെ? നമ്മുടെ ശ്രുതിനെ കുറിച്ചാട്ടോ പറയുന്നത്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും പറയണ്ട. ഇനിയിപ്പം വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമല്ല, വേണ്ട പറയണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പറയും, ഉറപ്പായിട്ട് ഞാൻ പറയും. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി, അച്ചമ്മ പറയണം. അച്ചമ്മേനെ പേടിയുണ്ടായിരുന്നെങ്കിലേ അവൾ ഈ സമയത്ത് ഇങ്ങനെ പോകുമായിരുന്നോ? ഇത്രയും താമസിച്ച് വരുമായിരുന്നോ? അച്ചമ്മേനെ തീരെ പേടിയില്ല, അതുകൊണ്ട് തന്നെയാ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി എത്തിയിട്ടോ. അപ്പൊ അച്ചമ്മ പറഞ്ഞു, വന്നല്ലോ. അല്ല, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാനോർത്ത് നീ ഇവിടുത്തെ ജോലി പേടിച്ചിട്ട് മുങ്ങിയതായിരിക്കുന്നു. അയ്യോ, അങ്ങനെയൊന്നും അല്ല. ഞാന് പറഞ്ഞതല്ലേ മീൻ മേടിക്കാൻ പോയതായിരുന്നെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ ദേഷ്യപ്പെട്ടു കേട്ടോ. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? മാർക്കറ്റിൽ പോയിട്ട് വരാൻ ഇത്രയും സമയം വേണോ? രവി നിന്നെ വിളിച്ചിരുന്നല്ലോ, എന്നിട്ട് നീ എന്തേ ഫോൺ എടുക്കാതിരുന്നത്? റിങ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് പിന്നെ അച്ചമ്മയെ ഞാൻ പറയുന്നതെന്ന് അച്ചമ്മ കേക്ക്. എൻ്റെ ഫോണേ സൈലന്റ് മൂഡിലായിരുന്നു. അങ്കിള് വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല. അല്ല, അങ്കിൾ എപ്പോഴാ വിളിച്ചത്? പിന്നെ അതിനിടയിൽ പാർലറിൽ നിന്ന് ഒരു സ്റ്റാഫും വിളിച്ചു. അതിനിടയ്ക്ക് അങ്ങോട്ട് പോകേണ്ട വന്നു. ഓഹോ, അച്ഛൻ വിളിച്ചപ്പോ ഫോൺ സൈലന്റ്. പാർലർ എടുത്ത് കേട്ടതേ ഇല്ല. പാർലറിൽ നിന്ന് സ്റ്റാഫ് വിളിച്ചപ്പോ കേട്ടു. അതെങ്ങനെ ശരിയാകും? അത് പിന്നെ അപ്പ സൈലന്റ് മൂഡിലല്ലായിരുന്നു. ഓ അച്ഛമ്മ, എന്തോ കള്ളക്കളി ഉണ്ട് കേട്ടോ. ചെവി പിടിച്ചൊന്ന് വട്ടം കറക്കിയാൽ മതി. സത്യം പറയും, ദേ പൗഡർ എടുത്തി. എന്ത് കള്ളത്തരം? ഒരു കള്ളത്തരവും ഇല്ല. പിന്നെ വാടകയ്ക്കല്ലായിരുന്നോ ആ ഒരു കടയെടുത്തത്? അപ്പൊ പിന്നെ അവിടെ ഉള്ളവര് പറഞ്ഞു, ഓണർ പറഞ്ഞു ഇച്ചിരി വാടക കൂട്ടി തരണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് കൂട്ടി തരാൻ പറ്റില്ല എന്ന്. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. അത്രേ ഉള്ളൂ. അതെ, മീന് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് അച്ഛമ്മേ. ഞങ്ങൾ കറിയും സാധനമൊക്കെ വെച്ചു. ദേ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെ വീട്ടിൽ വിളിച്ച് പറയണം. അല്ലാതെ ദേ സുധീനെ ഭക്ഷണം കഴിക്കാൻ കണ്ടില്ലല്ലോ. അവൻ എങ്ങോട്ടാ പോയത്? അവനും നിന്റെ കൂടെ ഉണ്ടായിരുന്നോ? അത് ഷോറൂമിൽ പോയിരിക്കുകയല്ലേ. ഷോറൂമിലോ? ഇന്ന് കട മുടക്കമാണെന്ന് എനിക്കറിയാം. അവ ഷോറൂമിലൊന്നും പോയിരിക്കുകയല്ല. അയ്യോ, അവ ഷോറൂമിൽ പോകുവാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇറങ്ങാൻ നോക്കിയത് കൊണ്ടാ അവന് ഞാൻ പറഞ്ഞു വിട്ടത്. ഓഹോ, അപ്പൊ മൊത്തം കള്ളത്തരമാണോ അച്ഛമ്മ ഇവിടെ? ഇവിടെ കള്ളത്തരത്തിന്റെ ഒരു കൂടാരമാണല്ലോ ഉള്ളത്. പിന്നെ കള്ളത്തരത്തിലും പൊരുത്തമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അച്ഛമ്മ ചോദിച്ചു, ഷോറൂമിൽ പോയിന്ന് കള്ളം പറഞ്ഞ എന്തിനാ അവനെന്തി? അവൻ എവിടെയാ പോയത്? അത് പിന്നെ എനിക്കറിയില്ല അച്ഛമ്മ. ഞാൻ വിളിച്ചിട്ട് ഫോണും എടുത്തില്ല. എനിക്കാണെങ്കിൽ കലി വരുന്നുണ്ട്. ഞാൻ കുറെ തവണ വിളിച്ചു നോക്കി. അവൻ എവിടെ പോയതാണെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ദേഷ്യം എന്നങ്ങ് കയറി പോവുകയാണ് കേട്ടോ. പക്ഷെ അത് അഭിനയിച്ചതാണ്. അപ്പൊ നമ്മുടെ സച്ചിൻ പറഞ്ഞു, അച്ഛമ്മ പാർലർ അടുത്ത് പറഞ്ഞൊക്കെ അച്ഛമ്മ വിശ്വസിച്ചോ? ദേ എടാ മിണ്ടാതിരിക്കട. നീ വെറുതെ നിന്റെ അച്ഛമ്മയുടെ അടുത്ത് യേശുനി പറഞ്ഞു കൊടുക്കാതെ പോകാൻ നോക്കിക്കേ. അത് പിന്നെ എൻ്റെ അച്ഛ യേശുനിയൊന്നും അല്ല. എന്തോ പ്രശ്നമുണ്ട്. പാർലറിടത്തിയുടെ മുഖം കണ്ടില്ലേ? ഇത് ജോലി ചെയ്യാൻ മടിച്ചിട്ട് മുങ്ങിയതൊന്നുമല്ല. കടയുടെ വാടക പ്രശ്നമല്ല, വേറെ എന്തോ പ്രശ്നമുണ്ട്. ആ മുഖത്ത് വലിയ പ്രശ്നം. അതാ വരാൻ വൈകിയത്. എന്തോ പ്രശ്നമുണ്ടെന്ന് പാർലറിടത്തിയുടെ
മുഖത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ഇനിയിപ്പം സുതിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ? ഏയ്, ഇല്ല രവി. രാവിലെ രണ്ടുപേരെ ഒന്നിച്ച് കണ്ടതല്ലേ, അവർ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ഉം ഇതേ വേറെ പ്രശ്നം എന്തുവാ? പിന്നെ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവള് പറയൂലോ. ഇതിവിടെ പറയാൻ പറ്റാത്ത പ്രശ്നമാണ്. എന്തായാലും ഇവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇനി പുറത്ത് വിടത്തില്ല. അവളെ ഞാൻ അനങ്ങാൻ സമ്മതിക്കത്തില്ല എന്ന് അച്ഛമ്മ പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആന്റണിയാണ് കേട്ടോ. അപ്പൊ ആന്റണി ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആന്റണിയുടെ കൂട്ടുകാരൻ ചോദിക്കുക, അല്ല ആന്റണി ഏട്ടൻ ആരെയാ വിളിക്കുന്നത്? അത് പിന്നെ ഇവിടെയുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ നേതാക്കന്മാരെല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണല്ലോ, അവരെയാ വിളിച്ചത്. അവർക്ക് ആർക്കെങ്കിലും ആണെങ്കിലോ ചിലപ്പോൾ നീലിമ കൊട്ടേഷൻ കൊടുത്തത് അതറിയാൻ വിളിച്ചതാ. പക്ഷെ അവരൊന്നും അല്ല ഇതിന് പിന്നില്, വേറൊരു ടീമാ ഇതിന് പിന്നില്. ആ, സുധി അന്വേഷിച്ച് സച്ചി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആന്റണി ഏട്ടൻ രക്ഷപ്പെട്ടു. അല്ല, സച്ചി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സുധി ഉറപ്പായിട്ടും തട്ടിക്കൊണ്ടുപോയവരിൽ നിന്ന് ഉടനെ തന്നെ മോചിക്കും. നമുക്ക് സച്ചിനെ ഒഴിവാക്കി ആ ഫോട്ടോ എടുത്തേ നമ്മളാണ് അവനെ മോചിപ്പിച്ചതെന്ന് പറഞ്ഞ് ശ്രുതിക്ക് അയച്ചും കൊടുക്കാം. അപ്പൊ പിന്നെ എങ്ങനെയുണ്ട്? നമ്മള് നവീൻ ദാസിനെ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിച്ചത് സച്ചിയല്ലേ, പക്ഷെ നമ്മളാണെന്ന് പറഞ്ഞല്ലേ ശ്രുതി ഇരിക്കുന്നത്. അങ്ങനെ ഒരു കള്ളത്തരം നമ്മൾ ചെയ്തല്ലോ, ആ ആ കള്ളത്തരം അവള് വിശ്വസിച്ചെങ്കിൽ ഇതും വിശ്വസിക്കും. സച്ചി ഒന്ന് വരുവായിരുന്നെങ്കിലേ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയനെ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ആരാ ആന്റണി ഒരൊറ്റ അടി കൊടുത്തത് കൂട്ടുകാരനിട്ട്. എടാ, നീ എന്താടാ ഈ പറഞ്ഞത്? ഓ, പിന്നെ സച്ചിയോടും വീട്ടുകാരോടും ശ്രുതി വീട്ടിൽ പറഞ്ഞിട്ടില്ല, അത് നിനക്കറിയത്തില്ലേ? നേരത്തെ അവള് പറഞ്ഞത് നീ കേട്ടതല്ലേ? ആരും അറിയാൻ പാടില്ലെന്നോ? ഓ, കഷ്ടം തന്നെ. ഇനിയിപ്പം അവനെ നമ്മൾ തന്നെ കണ്ടെത്തി മോചിപ്പിക്കണം അല്ലേ? എടാ, നിനക്ക് കിട്ടിയതൊന്നും പോരെ? ബാ, നമുക്ക് പോകാം. അതെന്താ, ഞാൻ ഭീരുവാണോ? നീ എന്താടാ പറയുന്നത്? ഞാൻ ഭീരുവൊന്നുമല്ല, ഞാൻ സച്ചിനേക്കാളും എടുക്കനാ. ഞാന് കണ്ടുപിടിക്കും. ആ കാറ് പോയ റോഡിൽ എൻ്റെ ഫ്രണ്ട്സിന്റെ കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ CCTV സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ആ കാറിന്റെ നമ്പർ കിട്ടും. അങ്ങനെ കാറിന്റെ നമ്പർ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. കൊള്ളാലോ ഐഡിയ. ഇത്രയും ബുദ്ധി ഉണ്ടായിട്ടാണോ എന്റെ ബോസ് PSC പരീക്ഷ എഴുതാതിരുന്നത്? വായടച്ചിരുന്നോ? ഇത് തമാശയല്ല, സീരിയസാ. ഒരുത്തന്റെ ജീവൻ കൊണ്ടുള്ള കളിയാ. നീ വന്നേ എന്നും പറഞ്ഞ് നേരെ ആന്റണി കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ചോറിനാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ നോക്കിയിരിക്കുകയാണ്. സച്ചിയുണ്ട് കൂടെ, അച്ചമ്മയുണ്ട്. അപ്പൊ സച്ചി പറഞ്ഞു, ഇതെന്തു പറ്റി? ഇതെന്താ ഭക്ഷണമൊന്നും ഇതുവരെ വന്നില്ലല്ലോ? രേവതി ആയിരുന്നെങ്കിലോ ഇപ്പൊ എല്ലാവരും കൂടെ വിളിച്ചു കൂവി അവളെ ധൃതിപ്പെടുത്തി ഇപ്പം ഭക്ഷണം ഇവിടെ കൊണ്ട് വെച്ചേനെ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വന്നത് ശ്രുതിയുടെ മുഖം എന്തോ പോലെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, എന്തു പറ്റി മോളുടെ മുഖത്തിനൊരു വല്ലാത്തൊരു വിഷമം പോലെ ഫീൽ ചെയ്യുന്നു? അപ്പൊ രേവതിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ അച്ചമ്മയുണ്ട്. അപ്പൊ അച്ചമ്മ ചോദിച്ചു, ആ, രവീന്ദ്രൻ പറഞ്ഞത് ശരിയാ. അടുക്കള നിന്നപ്പോഴും ഇവള് ഇതുപോലെ തന്നെയായിരുന്നു. എന്താന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. അപ്പൊ രേവതി ചോദിച്ചു, അല്ല ശ്രുതി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, ആദ്യമായിട്ടല്ലേ ചേച്ചി ഇങ്ങനെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്, അതിന്റെ വിഷമവും സങ്കടങ്ങളൊക്കെ കാണുമായിരിക്കും. അതിങ്ങനെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയ, അതാ ഈ ഭാവവ്യത്യാസം. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ചില സീരിയലിലെ കഥാപാത്രങ്ങളെ ഇങ്ങനെയാ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അച്ചമ്മയോടായിരിക്കും കേട്ടോ ദേഷ്യം, ജോലി ചെയ്യിച്ചത് അച്ചമ്മയല്ലേ? അപ്പോഴത്തേക്ക് അച്ചമ്മ ചോദിച്ചു, അല്ല, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ മോളെ? എനിക്ക് ആരോടും ദേഷ്യമൊന്നും ഇല്ല അച്ചമ്മേ. പിന്നെ എന്താ മോളെ ഇങ്ങനെ? ഓ, ഒന്നുമില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കാനോ? അപ്പൊ നീ കഴിക്കുന്നില്ലേ? അത് പിന്നെ ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാ പിന്നെ വിളമ്പി തന്നിട്ട് പോയി ചേച്ചി എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, കൈ ഉണ്ടല്ലോ, തന്നെ എടുത്തങ്ങ് കഴിച്ചാൽ മതി എന്ന് വർഷയോടാട്ടോ പറഞ്ഞത്. വർഷയെ വിളമ്പി തരാൻ പറഞ്ഞത്. അപ്പോഴത്തേക്കും അച്ചമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കും. അപ്പോഴത്തേക്കും എന്തോ സംതിങ് എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അച്ഛാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന്. അച്ചമ്മ പോലീസ് മുറിയിലൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം തത്ത പറയുന്നത് പോലെ ശ്രുതി ഇടത്തി പറയും. ഒന്ന് ചോദിച്ചാലോ? അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു, അല്ല, ഇനിയിപ്പം ശ്രുതിയേട്ടത്തിനെ കൂടാതെ എവിടെയെങ്കിലും കറങ്ങാൻ പോയി കാണുമോ? അതിന്റെ ദേഷ്യമാണോ? ചിലപ്പോ ആയിരിക്കും. ഇത്രയും സമയമായിട്ട് അവൻ വന്നില്ലല്ലോ, അതിന്റെ ദേഷ്യമൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ രേവതി പറഞ്ഞു, ഹേയ്, അതൊന്നുമല്ല. ശ്രുതിയെ പിണക്കാനുള്ള കാര്യം അറിഞ്ഞോണ്ട് അവളുടെ ഹസ്ബൻഡ് ചെയ്യത്തില്ല, ശ്രുതി ചെയ്യത്തില്ല, എനിക്കറിയാം. അല്ല, പിന്നെ ശ്രുതി എവിടെ പോയി കിടക്കുമായിരിക്കും? അവൻ എന്താ വരാത്തത് എന്നിങ്ങനെ രവീന്ദ്രൻ. അപ്പൊ ശ്രീകാന്തിനോട് അച്ചമ്മ പറഞ്ഞു, ഒന്ന് വിളിച്ചു നോക്ക്, ഇത്രയും നേരം അവൻ എവിടെ പോയതാ, നീ ഒന്ന് വിളിച്ചു നോക്കിയേ, ഫോൺ എടുക്കുന്നുണ്ടോ എന്നറിയാം. ഇന്ന് കട അവധിയും കൂടെ അല്ലേ, ഒന്ന് വിളിച്ചു നോക്കാൻ പറയാം. ശ്രീകാന്ത് ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്? ഫോൺ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നില്ല കേട്ടോ. സ്വിച്ച് ഓഫ് എന്നെങ്ങാണ്ടാ പറയുന്നത്.
അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രന് പേടിച്ചൊക്കെ പോകുന്നുണ്ട്. ഇവരുടെ മുഖത്തൊരു ഭാവവ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പം രവീന്ദ്രൻ എന്ത് പറ്റിയതായിരിക്കും, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷം പറഞ്ഞു, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്ത് വെക്കുന്നത് സാധാരണയല്ലേ, സുധിയേട്ട വന്നോളൂ, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അല്ല, ഒരു നേരം കഴിഞ്ഞ് മക്കള് വീട്ടിൽ എത്താറാവുമ്പോഴേ വിഷമം കാണും. അത് എത്ര പ്രായമാണെങ്കിലും അത് മാതാപിതാക്കൾക്ക് വിഷമം വരും. അത് നിങ്ങൾക്കൊരു മക്കളൊക്കെ ആയി കഴിയുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ഇന്ന് പാർലർ എടുത്തി മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ടുള്ള ടെൻഷൻ ഇപ്പോഴും ഉണ്ട്. ഇത്തിരി നേരം മെനക്കെട്ടാൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എടാ സച്ചി, നീ പോലീസൊന്നും അല്ലല്ലോ, കാർ ഡ്രൈവർ അല്ലേ, നീ ആ ജോലി ചെയ്താൽ മതി. നീ പോലീസിന്റെ ജോലിയൊന്നും ഏറ്റെടുക്കണ്ട, നീ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കാൻ അച്ഛമ്മ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ശരി എന്ന് പറഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സുധീനെ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ. എങ്കിലും നമ്മുടെ സച്ചിക്ക് ഒരു സമാധാനമില്ല. സച്ചിക്ക് അറിയണം എന്താ സംഭവിച്ചെന്ന്. സച്ചി അങ്ങനെയാണല്ലോ, ഒരു കാര്യം കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചാല് സച്ചി കണ്ടുപിടിച്ചിരിക്കും. അതുകൊണ്ട് സച്ചി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, അങ്ങനെ നമ്മുടെ ശ്രുതി റൂമിനകത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കുക പല കാര്യങ്ങൾ. എൻ്റെ ഈശ്വര, ഞാൻ പറഞ്ഞിട്ടാണല്ലോ നീലിമ പറഞ്ഞ 50 ലക്ഷം രൂപ അച്ഛന് കൊടുക്കാതെ അവൻ ഷോറൂം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നമാവില്ല. ആന്റണിക്ക് ശ്രുതിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ ഈശ്വര, അല്ലെങ്കിൽ വലിയ പ്രശ്നമായി തീരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷമം. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് വീണ്ടും നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതിയുടെ നേരെ തോപ്പ് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് ഒരു ഗുണ്ട നിൽക്കുന്നു. അപ്പൊ നമ്മുടെ നീലിമ വരുക. അപ്പൊ നീലിമ വന്നിട്ട് ചോദിക്കുക, എടാ നിനക്ക് വിശക്കുന്നുണ്ടോ, വല്ല ഫുഡും വേണോ, എന്താ നിനക്ക് വേണ്ടത്? അതെ, എന്തെങ്കിലും വേണമെങ്കിൽ നീ പറ, നിനക്ക് 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് വേണോ? ഓ, നീ 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡല്ലേ തിന്നത്തുള്ളൂ. ദേ ഇവിടെ ചപ്പാത്തി കാണത്തില്ലേ, അത് അവനെടുത്ത് കൊടുക്കുക, അത് മതി. അപ്പോഴത്തേക്കും വേറൊരു ഗുണ്ട പറഞ്ഞു, ദേ നീ ഈ ബിസിനസ്മാന് ചപ്പാത്തി എടുത്തോണ്ട് വാന്ന് പറഞ്ഞു വേറൊരു ഗുണ്ടയോട്. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, ഏയ് എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ, കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒന്നും കിട്ടില്ല, ദേ ഇപ്പൊ തരുന്നത് വേണമെങ്കിൽ കഴിക്ക് എന്ന് പറഞ്ഞ് ചപ്പാത്തി കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഒരു ഒറ്റ തട്ടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അതിലൊരു ഗുണ്ട, എന്താടാ നീ കാണിച്ചത്, അടിച്ചു നിന്നെ ഉണ്ടല്ലോ, അടിച്ചു നിന്റെ ചെപ്പക്കുറ്റി പൊട്ടിക്കും. പിന്നെ ഈ തോക്കുണ്ടല്ലോ, ചൂണ്ടിയേക്കുന്ന തോക്ക്, ഇത് പൊട്ടുന്ന തോക്ക് തന്നെയാ, കാണിച്ചു തരണോ, ഇത് പൊട്ടിക്കണോ? അപ്പോഴത്തേക്കും വേറൊരു ഗുണ്ട പറഞ്ഞു, എന്താ സുധീട്, നീ എത്ര സന്തോഷത്തോടു കൂടി പാട്ടും പാടിയാ ഞങ്ങളുടെ കാറിന്റെ അടുത്തേക്ക് വന്നത്. നിന്റെ ആ മൂടൊക്കെ എവിടെ പോയി സുധി? കാശ് കൊടുത്തില്ലെങ്കിൽ നിന്നെ കൊല്ലും, അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. അപ്പൊ പിന്നെ നീ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? കാശ് കൊടുത്താൽ തീർന്നില്ല, കാശ് കൊടുത്താല് നീ ചാകാൻ പോകുന്നില്ലല്ലോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ നീലിമ പറഞ്ഞു, എന്താ എന്താ നീ പറഞ്ഞത്? പാട്ടൊക്കെ പാടി ഇവൻ കാറിന്റെ അടുത്തേക്ക് വന്നതെന്നോ? സുധി നീ പാടുവോ? ഓഹോ, അത് കൊള്ളാല. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിട്ടും ഒരു പാട്ട് പോലും നീ എന്നെ പാടി കേൾപ്പിച്ചില്ലല്ലോ. ഇങ്ങനെ ഒരു കഴിവുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നല്ലോ. അയ്യോ, കഷ്ടായി പോയല്ലോടാ സുധി. നീ ഒന്ന് പാട, ഈ നീലിമ ഒന്ന് കേക്കട്ടെ. നിന്റെ പാട്ട് ഈ നീലിമ കേട്ടിട്ടില്ല. നീ എന്താ എന്നെ കുരങ്ങ് കളിപ്പിക്കുവാണോ? ദേ മേഡം പാടാൻ പറഞ്ഞ പാടിയാ മതി, പാടറ എന്ന് വേറൊരു ഗുണ്ട. അപ്പോഴത്തേക്ക് നീലിമ പറഞ്ഞു, സുധി ഇതുവരെ നിന്റെ വൈഫ് വിളിച്ചില്ല, നീ മനസ്സിലാക്ക, അവള് ക്യാഷുമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ നീ നല്ലൊരു പാട്ട് പാടിയിട്ട് നല്ലൊരു മരണം നിനക്ക് ഉണ്ടാകട്ടെ, സന്തോഷത്തോടു കൂടി മരിക്കാം. അപ്പോഴത്തേക്ക് വേറൊരു ഗുണ്ട പറഞ്ഞു, പാടറ, ഇല്ല ഞാൻ പൊട്ടിക്കും, മര്യാദയ്ക്ക് പാട്ട് പാടിക്കും. അങ്ങനെ നമ്മുടെ സുധി പേടിച്ച് പാട്ട് പാടാൻ തുടങ്ങുകയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞാൽ നമുക്ക് ചിരി വരും. ഏത് പാട്ടാണോ പാടുന്നത്? അറിയാതെ അറിയാതെ ഈ ഭവിഴവാർ തിങ്കൾ അറിയാതെ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടാണ് പാടുന്നത്. ഈ സമയത്ത് നമ്മുടെ ആന്റണിയെ കാണിക്കുകയാണ്. ആന്റണി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ആന്റണീനെ ശ്രുതി വിളിക്കുകയാണ്. ശ്രുതി വിളിച്ചിട്ട് ചോദിക്കുക, എന്തെങ്കിലും വിവരം കിട്ടിയോ ആന്റണിന്ന്? അപ്പം നമ്മുടെ ആന്റണി പറഞ്ഞു, ഇപ്പം വിവരമൊന്നും കിട്ടിയിട്ടില്ല, ചില CCTV ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്, ഏത് വഴി കൂടെ കടന്നു പോയതെന്ന്. ഏതായാലും ആ ഒരു സ്ഥലത്ത്, ആ ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ അന്വേഷണം നടത്താൻ പോകുന്നത്. ഏതായാലും പേടിക്കൊന്നും വേണ്ട ശ്രുതി, ഞാൻ വാക്ക് തന്നതല്ലേ, ആ ഒരു വാക്ക് പ്രകാരം ഉടനെ തന്നെ ശ്രുതിനെ കണ്ടെത്തും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ നീലിമ വിളിച്ചിരുന്നല്ലോ, അത് വെച്ച് അവളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റും. പക്ഷെ പോലീസിൽ പരാതി കൊടുക്കണം, സൈബർ സെല്ലിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും, അത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഫോണിന്റെ ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അയ്യോ അതൊന്നും വേണ്ടാട്ടോ ആന്റണി, ഇപ്പം പോലീസിനെ അറിയിക്കരുത്, നമ്മുടെ ശ്രമം പരാജയപ്പെട്ടാൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ വേണ്ട. എല്ലാത്തിനേക്കാളും എനിക്ക് വലുത് എൻ്റെ സുധി തന്നെയാ. സുധിയെ നഷ്ടപ്പെടാൻ
പാടില്ല, എനിക്ക് എന്റെ ശ്രുതിനെ വേണം. ഉം എന്തായാലും ഞാൻ അവനെ കണ്ടെത്തിയിരിക്കും. ശ്രുതി ധൈര്യമായിട്ട് ഇരിക്കുക. നിന്റെ ഭർത്താവിനെ തേടി കണ്ടെത്തി തന്നാ പോരെ, നമുക്കത് കണ്ടെത്താംന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആന്റണി ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും ആന്റണി അന്വേഷിക്കാൻ ഇറങ്ങാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെയാണ്. അപ്പൊ രേവതിയുടെ മുടിയൊക്കെ നമ്മുടെ വർഷ ചീകി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വർഷ പറയുന്നുണ്ട്, ദേ ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഇത്രയും മുടിയൊക്കെ ഉള്ളതേ കൊഴിഞ്ഞു പോകും. പിന്നെ ദേ ഇതൊക്കെ എൻ്റെ ഭർത്താവ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് വർഷേ. ഇനിയിപ്പൊ നിന്റെ പെരുമാറിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഇത് എന്തൊരു വേദനയാ. ഓ, സച്ചേട്ടൻ തലമുടി ചീകി തരുമായിരിക്കും. രാത്രി കെട്ടിവെക്കണമെന്നൊന്നും സച്ചേട്ടന് അറിയില്ലല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടേ. ഈ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എൻ്റെ രേവതി ചേച്ചിയാ. ചേച്ചി ഇടപെട്ടില്ലായിരുന്നെങ്കിലേ എനിക്ക് ശ്രീകാന്തിന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോലും പറ്റില്ലായിരുന്നു. മറ്റേ കോന്തന്റെ ഭാര്യയായിട്ട് ഞാനിപ്പം ജീവിച്ചിരിക്കേണ്ട ഒരവസ്ഥ വന്നേനെ. അതുകൊണ്ട് ചേച്ചിയോട് എനിക്കുള്ള കടപ്പാട് ഒരിക്കലും തീരില്ല. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി അവിടെ നിപ്പുണ്ടായിരുന്നേ. കാരണം സച്ചി അപ്പോൾ ഓർക്കുവാണ്, വർഷയും ശ്രീകാന്തും തമ്മിലുള്ള വിവാഹം നടത്തിയത് രേവതിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിന് കുറെ വഴക്കൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഇങ്ങനെ റിവീറ്റ് ചെയ്ത് ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ സച്ചി. അതൊക്കെ ഓർത്തോണ്ട് സച്ചി അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറയുന്നുണ്ട്, എനിക്ക് രേവതി ചേച്ചിയുടെ കൂടെ ഫുൾ ടൈം ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നല്ല ജോലി തിരക്കാ. ഞാൻ എങ്ങനെയാ ഇരിക്കുന്നത് ചേച്ചിയുടെ അടുത്ത്? ദേ പറയുമ്പോ ഞാൻ ജോലി പോയി ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരെ വേറെ ആള് നോക്കിയെടുക്കും. അവസരം കാത്ത് എത്ര പേരാണോ നിൽക്കുന്നത്. അതെനിക്ക് അറിയാം വർഷ. ഏത് രംഗത്താ മത്സരം ഇല്ലാത്തത്? നിന്റെ ശബ്ദത്തിന് ആവശ്യക്കാരുള്ളപ്പം നീ പരമാവധി ജോലി ചെയ്ത് സമ്പാദിക്കണം. അത് കാണാനാ സത്യം പറഞ്ഞ എനിക്കും ഇഷ്ടം. നിനക്ക് ഇഷ്ടമുള്ള വർക്കല്ലേ നീ ചെയ്യുന്നത്. നിന്റെ ശബ്ദത്തിന് നല്ല ഗാംഭീര്യമുണ്ട്, നല്ല സ്വീറ്റ്സ് ആണ്, അതുപോലെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? നീ നിന്റെ ജോലി ചെയ്യണം. പിന്നെ സമ്പത്ത് കാലത്ത് തൈ വെക്കണം, എന്നാലേ ആപത്ത് കാലത്ത് കൊയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വർഷമോള് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്കതിൽ പരാതി ഒന്നുമില്ല. കാരണം വർഷയ്ക്ക് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. അത് പിന്നെ ചേച്ചിക്ക് എന്നെ മനസ്സിലാവുന്ന എനിക്കറിയാം. അതുകൊണ്ട് ആ സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും 4 വാക്ക് പറയാനായിട്ട് ഞാൻ ഇവിടെ ഓടി വരുന്നത്. നീ വന്ന് 4, 10, 15 വാക്കുകൾ പറഞ്ഞോ, അതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ പറയുന്നത് കേൾക്കുമ്പോഴേ എന്തോ എൻ്റെ സ്വന്തം അനിയത്തി പറയുന്നത് പോലെ തന്നെയാ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് നമ്മുടെ സച്ചി എന്ന് വെക്ക. അപ്പൊ നമ്മുടെ രേവതി, ആഹാ വർഷേ, കേട്ടില്ലേ വന്ന് നിൽക്കുന്നത്? എല്ലാം വന്ന് കേട്ടോണ്ട് നിൽക്കുകയായിരുന്നല്ലേ? കൊള്ളാലോ, ഞങ്ങൾ പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് അനങ്ങാതെ നിന്നില്ല കേൾക്കായിരുന്നല്ലേ? അത് പിന്നെ എന്റെ കുറ്റം വല്ലതും പറയുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അതെ, ഞങ്ങൾ കുറ്റം പറയുമെന്ന് നിങ്ങൾ ആണുങ്ങൾ പേടിക്കണം, എന്നാലേ തെറ്റ് ചെയ്യാതിരിക്കത്തുള്ളൂ, അല്ലേ ചേച്ചി? അതെ, വർഷ പറഞ്ഞത് ശരിയാ. എന്നാ പിന്നെ നാളെ കാണാം. നിങ്ങൾ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കും. ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി പറയാ, പഞ്ചപാവ, അവക്ക് ഒരുപാട് ഇഷ്ടം എന്നെ. മുടിയൊക്കെ ചീകി സുന്ദരിയായിട്ട് എങ്ങോട്ടാ? അതാദ്യം കേക്കട്ടെ. അതെ, വർഷയും ശ്രീകാന്ത് തമ്മിലുള്ള കല്യാണം ഞാനാ നടത്തി കൊടുത്തതെന്ന് പറഞ്ഞേ എന്നോട് ഒരുപാട് യുദ്ധം ചെയ്ത ആളല്ലേ സച്ചേട്ടൻ. എന്നിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? ശ്രീകാന്ത് സെലക്ട് ചെയ്ത പെണ്ണ് നല്ല പെൺകുട്ടിയല്ലേ? പിന്നെ വർഷ ഈ വീടിന് ചേരുന്ന മരുമകളാണെന്ന് തെളിയിച്ചു. സച്ചേട്ടൻ ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുറ്റബോധമൊക്കെ ഉണ്ട്. ചില കാഴ്ചകളൊക്കെ നമ്മുടെ മുമ്പിൽ അങ്ങനെയാ. കാണിച്ചു തരുന്ന ഒന്ന്, അനുഭവിക്കുന്നത് വേറൊന്ന്. അങ്ങനെ തന്നെയാ ഇപ്പം വർഷ കാണിക്കുന്ന സ്നേഹമേ ഒരു കൂടപ്പറപ്പിന്റെ സ്നേഹം തന്നെയാ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് രേവതി. അവളൊരു പാവം തന്നെയാ നീ പറഞ്ഞതുപോലെ. അങ്ങനെ സ്നേഹിക്കണമല്ലോ. പിന്നെ ദേ ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ കുറ്റബോധം തോന്നാതിരിക്കുമോ രേവതി? കാരണം ഞാനും ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ. ദേവുവിനേക്കാളും മേലെയാണെന്ന് പറഞ്ഞാല് അവക്കൊരു വിഷമം ഉണ്ടാകും. അവളൊരു കൂടപ്പറപ്പാ, എന്റെ മാത്രല്ല സച്ചേട്ടൻ അങ്ങനെ തന്നെ കാണണോട്ടോ. ഞാൻ പിന്നെ അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ രേവതി കാണുന്നത്? അവളെ എനിക്കും ഇഷ്ടം തന്നെയാന്നേ. അല്ല, കഥ പറഞ്ഞിരുന്നാ മതിയോ? കിടന്നുറങ്ങണ്ടേ? പിന്നെ കിടക്കണം. എന്നാലേ ബാ നമുക്ക് കിടക്കാൻ പോകാം. ഇനി ഇങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ കിടക്കാൻ വേണ്ടി നമ്മുടെ രേവതിനെയും കൂട്ടിക്കൊണ്ടൊരു പോക്ക് പോകണം. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പോൾ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിലായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്.